Next up is Tina Tinu. ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരോളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട അന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല് അഞ്ജനക്കണ്ണനക്ക് അഞ്ജനക്കണ്ണലടി അത് ചെങ്കണ്ണ വല്ല ആശുപത്രിയിലും പോ. അത് എസ്ഐയാ, അവർ കസൂയ. ഇത്രയും വയസ്സായിട്ട് കല്യാണം കഴിക്കാതെ മൂത്ത് നരച്ച് ലാത്തിയും പിടിച്ചിരിക്കല്ലേ. നിങ്ങൾക്കറിയാമോ, എനിക്ക് ഇതിനു മുമ്പ് വന്ന 3 കല്യാണാലോചനയാ ഇവര് മുടക്കിയത്. കഴിഞ്ഞ തവണ നല്ല ആലോചനയാ വന്നത്. എനിക്ക് ലീവ് തരാത്തോണ്ട് പെണ്ണ് കാണാൻ അവരോട് വന്നപ്പോ പീഡന കേസിലെ പ്രതികളുടെ കൂടെ FIR എഴുതി 15 ദിവസം കഴിഞ്ഞാ അവർക്ക് ജാമ്യം കിട്ടിയത്. ഹലോ ഹലോ, വനിതാ പോലീസ് സ്റ്റേഷനാണോ? അതെ, വനിതാ പോലീസ് സ്റ്റേഷൻ. ആരാണ്? ഇവനെ കൊണ്ട് മടുത്തു. ഈ ഞരമ്പ് രോഗിയെ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടും. മഞ്ജു, ഒറ്റക്കൊന്നും പോയേക്കല്ലേ. പോലീസ് എന്ന പേര് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വനിതകളാണെന്ന കാര്യം മറക്കണ്ട. അശോ, എന്ത് വൃത്തികേടായ കിടക്ക ഇവിടെ. ആ ചെറുക്കനും കൂട്ടനും വന്നാ എന്ത് വിചാരിക്കും? മുങ്ങിച്ചാവാൻ പോകുന്നവർക്ക് എന്തിനാടി വാട്ടർ പ്രൂഫിന്റെ വാച്ച്? അല്ല ചേച്ചി, കഴിഞ്ഞ കല്യാണം മുടങ്ങിയതുപോലെ ഈ കല്യാണം മുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. കലാമണ്ഡലമല്ല, പോലീസ് സ്റ്റേഷനാ. അതെ, ഇന്ന് കാണാൻ വരുന്ന ചെറുക്കനെ KSRTC ഡ്രൈവറാ. ആ, ഞാൻ കട്ടപ്പുറത്ത് കയറാതിരുന്നാ മതിയായിരുന്നു. പിന്നെ ഓടിക്കാൻ അറിയാവുന്ന ആളായതുകൊണ്ടാ ഞാൻ സമ്മതിച്ചത്. ജോലി പോയാലും വേറെ വണ്ടി ഓടിച്ച് ജീവിക്കാലോ. ഹലോ, നിങ്ങളാരാ? കണ്ടോ, ഇതാ ഞങ്ങൾ സ്ത്രീകളുടെ പ്രശ്നം. പോലീസ് സ്റ്റേഷനിൽ പോലും ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല. അതുകൊണ്ട് അമ്മ എന്നും വഴക്കാ. കല്യാണപ്രായ പെണ്ണാ, വല്ല പോലീസ് ഒന്നും പറഞ്ഞ് നടക്കുക. ഇതെല്ലാം അറിയുന്ന അച്ഛന്റെ ഒരു വരവുണ്ട്. കളി കറുത്തൊരു കളി, കാഞ്ഞിരം പൂത്തൊരു കളി, കളി എന്തോ മനകളി, കുഞ്ഞിക്കളി. ഇത് കാണുമ്പോ അമ്മയുടെ ഒരു നോട്ടുണ്ട്. ആ, ഇത് കാണുമ്പോ അച്ഛൻ. പിന്നെ അവിടെ നടക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാ എനിക്ക് കല്യാണമേ വേണ്ടാന്ന് വിചാരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആദ്യമൊക്കെ തേനേ പാലേ എന്നൊക്കെ പറയും. പിന്നെ 1-2 പിള്ളേരൊക്കെ ആയി കഴിയുമ്പോ ഈ തേനും പാലും ഒക്കെ വീട്ടിലിരുന്ന് കട്ട പിടിക്കും. തിരിഞ്ഞു നോക്ക പോലും ഇല്ല. അയ്യോ, ചെറുക്കനെ കൂട്ടർ എത്തിന്നാ തോന്നുന്നേ. എന്താ അവിടെ ഒരു ബഹളം? ഒപ്പിടാൻ വന്നവരാണ് സാർ. ഒരു ദിവസം 5 ഒപ്പിട്ടോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാ. ഇല്ലേ, ഒപ്പിടാൻ വന്നവരെ ഇവിടെ എന്തേലും ഒപ്പിച്ചിട്ടേ പോവൂ. മഞ്ജു, നീ FIR എഴുതിയോ? എഴുതി സാർ. അതെന്താന്നറിയോ, ഞാൻ നന്നായിട്ട് FIR എഴുതും. ഈ കഴിവ് എങ്ങനെ കിട്ടിയെന്നറിയാമോ? പണ്ട് പ്രേമലേഖനം എഴുതി കിട്ടിയതാവും. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ട് പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ വെച്ച്, അയ്യോ മാറിപ്പോയി, ഈ സ്റ്റേഷന്റെ വരാന്തയിൽ വെച്ച് ഒരുത്തരെ തല്ലിയപ്പോ അവൻ പറയാ, എന്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂലെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഇത് നിവിൻ പോളിയുടെ ഡയലോഗാണെന്ന്. അല്ലേ, ഇത് ജീവിതമാ.
ഞാൻ അടിച്ചപ്പോ അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഇപ്പൊ ചെലവിന് കൊടുക്കുന്നത് ഞാനാ. കരയണ്ട, ചോറ് ഞാൻ കൊണ്ടുതരാം. ഞാൻ പിച്ചും പേയും പറയണതൊന്നല്ല, കാര്യം പറഞ്ഞതാ. അപ്പൊ നീ ആരെയും പ്രണയിച്ചിട്ടില്ല? പ്രണയിച്ചോന്ന് ചോദിച്ചാ കെട്ടണം കെട്ടണമെന്ന് പറഞ്ഞു ഒരുത്തം പുറകെ നടക്കായിരുന്നു. എന്നിട്ട് പറയാ, കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്. കണ്ണാണ് നീ എന്നെ കെട്ടിയില്ലെങ്കിലും കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ണീരിലാണെന്റെ നീരാട്ട്. നിക്കണ്ട നോക്കണ്ട താനിന്റെ പിന്നില് തിക്കിത്തിരക്കി നടക്കേണ്ട, കൽക്കണ്ടം പൂശിയ കിന്നര വാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട. എന്റെ കരളല്ലേ പോടോ. നീ എന്താ കെട്ടാത്തെ? വിശക്കൊന്നു പറഞ്ഞ ആരെങ്കിലും വിഷം എടുത്ത് കഴിക്കോ? മഞ്ജു, നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കനും കൂട്ടി എത്തിയിട്ടുണ്ട്. അയ്യോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെറുക്കനെ കാണുമ്പോ ഞാൻ ആദ്യം എന്താ കൊടുക്കേണ്ടത്? ഒരു സല്യൂട്ട് കൊടുത്താലോ? അയ്യോ, അത് വേണ്ട. ഒരു FIR എഴുതിച്ചാലോ? അയ്യോ, അതല്ല. കുരിച്ചു നിർത്തി കൂമിന് 2 എണ്ണം കൊടുത്താലോ? ഞാൻ എന്തൊക്കെയായി പറയുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? വരുന്നാട് എങ്ങനെ ആയിരിക്കും? മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. ഹലോ സാർ. ശരി സാർ, ഓക്കെ സാർ. നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ ഒരു നാടോടി പെൺകുട്ടിയെ 5 പേർ ചേർന്ന് തട്ടിക്കൊണ്ട് പോയെന്ന് നമ്മുടെ ആ വാഹനത്തെ പിന്തുടരാൻ SP ഓഫീസിൽ നിന്ന് മെസ്സേജ്. യെസ് മഞ്ജു, ഗെറ്റ് റെഡി സർ. മോളെ, ഞങ്ങൾ നിന്നെ പെണ്ണ് കാണാൻ വന്നോരാ. പെണ്ണ് കാണലൊക്കെ പിന്നെ, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. മഞ്ജു, ഹറി അപ്പ്. യെസ് സർ. നമ്മുടെ ഈ സെക്കൻഡ് റൗണ്ട് സോളോ സറ്റയർ കോമഡി സ്കിറ്റിൽ എത്തുന്നു. നല്ലൊരു കാര്യത്തോടെ ലെറ്റ്സ് വെൽക്കം ധന്യ സുരേഷ് ഫോർ ഹർ സോളോ സറ്റയർ റൗണ്ട്. മതിയുടെ ഒരുങ്ങിയത് വണ്ടി വന്നോ? വേഗം നടക്കങ്ങട്. കേറ്, കൊച്ചിനെ ഒന്ന് പിടിച്ച് കേറ്റ്. ഹൗ, ശരം വിട്ട പോലെ പോണ പോക്ക് കണ്ടില്ലേ? ഇതൊക്കെ ഇപ്പൊ നിക്ക. നമ്മുടെ പഴയ പൂച്ചക്കുട്ടി ഇപ്പൊ ചാർജ് എടുത്തേടെ. ഹൗ, ഈ പിള്ളേര് പോയി കഴിഞ്ഞാ വീട് ഡിസ്കൗണ്ട് സെയിൽ നടന്ന തോണിക്കട പോലെയാവും. ഇതൊക്കെ പെറുക്കി വെക്കാൻ ഞാനും. ഇവിടെ ഒരാളുണ്ട്, ഇതൊന്നും അറിയണ്ടല്ല. സുഖിച്ചുറങ്ങണ കണ്ടില്ലേ? ഒരുമാതിരി പെർമിറ്റ് ക്യാൻസൽ ചെയ്ത KSRTC ബസ് പോലെ ഉണ്ട്. ഓ, കെട്ടിക്കൊണ്ടുവരുമ്പോ എന്തൊക്കെ വർത്താനായിരുന്നു. നീ എന്റെ തേനാണ്, പാലാണ്, മോരാണ്. ഇപ്പൊ ദിവസം മോര് വാങ്ങി ഞാനാ കുടിക്കാൻ കൊടുക്കണേ. സുരേഷേട്ടാ, സുരേഷേട്ടാ, ഒന്ന് എണീക്കണ്ട. മദ്യം ഉറങ്ങിയത് പെട്ടെന്ന്. രാത്രിയിലെ വലിയ കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ് മൂക്കുറ്റം കുടിച്ചു വന്ന് കിടക്കണതല്ലേ? അതിന് പറ്റിയ ഓരോ കൂട്ടുകാര്. ഇനി അശോകന്റെയും കൂട്ടരുടെയും കൂടെ പോയിട്ട് കുടിച്ചൂന്ന് ഞാൻ എങ്ങാനും അറിഞ്ഞ അപ്പ അറിയാ അത്തിമറ്റത്ത് സൗദാമിനി ആരാന്ന്. ഈ കോളനിയിലെ ഒരൊറ്റ ആൾക്കും അശോകനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ആൾക്ക് പല ചുറ്റിക്കളി ഉണ്ടെന്നൊക്കെയാണ് എനിക്കറിഞ്ഞൂടാട്ടാ. അങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഇങ്ങർക്ക് കൂട്ട്. ഒരശോകൻ, വൃത്തികെട്ടവൻ. അല്ല, ഇതാരാ അശോകേട്ടനാ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു നാവെടുത്തുള്ളൂ. സുരേഷ് എണീറ്റില്ലേ? എണീറ്റിട്ട് ഇപ്പൊ കൊറേ ഉണ്ടാക്കും. ഓ പിന്നെ സുരേഷേട്ടാ, അശോകേട്ടൻ വന്നിട്ടുണ്ടേട്ടാ. ഹലോ, എന്താ ജയന്തിയെ? നീ അറിഞ്ഞ നമ്മുടെ ജാനമ്മയുടെ മോളുടെ കല്യാണം മുടങ്ങി? ആണോ? എന്താടി ഇത് നേരത്തെ പറയാഞ്ഞ? കല്യാണം ഒഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഓ, പോയോ? ഓ, ഇതും പോയാ?
സമരക്കാരെ നേരിടാൻ പട്ടാളത്തെ ഇറക്കും. വഞ്ചിയൂർ രാധാകൃഷ്ണൻ. ഇറക്കട്ടെ. സരിതയെ പരിചയപ്പെട്ടത് എനിക്ക് പറ്റിയ തെറ്റ്. ബിജു രാധാകൃഷ്ണൻ. രണ്ടും കൃഷ്ണന്മാരെന്നെ. ആദിവാസി കുടിലുകളിൽ പുകയില്ലാത്ത അടുപ്പും കക്കൂസും. അടുപ്പിൽ പുകയില്ലെങ്കിൽ ഇപ്പൊ എന്തിനാ സാറേ കക്കൂസ്? നാട്ടിനാണല്ലോ. ഓ, ആരോപ്പം പറയാനാവും. താങ്കൾ വിളിച്ച സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. അവിടെ കിടക്കട്ടെ. നാത്തൂന്റെ കെട്ടിയോനെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നതാ. അതും സ്കൂൾ കണ്ടാലും തീർച്ച വിളിക്കും. വിളിച്ച് എന്തായി? ഒടുക്ക പോയത് സരിതയുടെ നമ്പറിലേക്ക്. പിന്നെ കേസായി, പോലീസായി. ചോദിച്ചപ്പോ പറയണേ ഒരു 10 മിനിറ്റ് അല്ല 15 20 മിനിറ്റ് മൊത്തം 30 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടാവും. എന്തായാലും പണി പോയി കിട്ടി. പട്ടിനഴിച്ചോട്ടൂട്ടാ. പോയി പിച്ചക്കാരെയും ബംഗാളിയും നിറക്കി തുടങ്ങി. ഏതായാലും ഹിന്ദി പഠിക്കാണ്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ? നാട്ടിലെ ചവറ് മുഴുവൻ ഇപ്പൊ ഇവിടെയാണ്. സെക്രട്ടറി ആയിരുന്നപ്പോ പ്രസംഗിക്കാനൊക്കെ എന്താ എളുപ്പായിരുന്നു. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ക്രെഡിറ്റ് ഇപ്പോഴത്തെ മേഡത്തിനിരിക്കട്ടെ. സമയായോ? ഇന്നെങ്കിലും വിളിച്ചിട്ട് കിട്ടിയാ മതിയായിരുന്നു. Good afternoon, everybody. This is 93.5 FM. This is your favorite show, Woman of the Day. ഇന്ന് നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്നും മിസ്സസ് സൗദാമിനി സുരേഷ്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? How was your day? ഹലോ. ഞാൻ രാവിലത്തെ എല്ലാ തിരക്കുകളെയും പുഞ്ചിരിയോടെ നേരിട്ടു. ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ ചെയ്തു കൊടുത്തു. പിന്നെ എന്റെ വീട്ടിൽ വന്ന ഒരു പാവം പിച്ചക്കാരന് വയറു നിറച്ച് ഭക്ഷണവും തുണിയും കൊടുത്തു. പിന്നെ പോകാൻ നേരത്ത് ഒരു 101 രൂപ. നമ്മളെ കൊണ്ട് ഇത്രയല്ലേ പറ്റുള്ളൂ. നാടിന് തന്നെ മാതൃകയായിട്ടുള്ള മറ്റൊരു കാര്യം, എൻ്റെ വീട്ടിലെ മാലിന്യവും അയൽവക്കക്കാരുടെ മാലിന്യവും ഞാൻ തന്നെ സംസ്കരിച്ചു. വാവ്, സൂപ്പർ ചേച്ചി. സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തിന് തന്നെ മാതൃകയാവുകയാണ് ശ്രീമതി സൗദാമിനി സുരേഷ്. ആൻഡ് യു ആർ ദ വുമൺ ഓഫ് ദ ഡേ. കൺഗ്രാറ്റുലേഷൻസ്. നന്ദി. നമ്മളെ കൊണ്ട് എത്രയ്ക്കല്ലേ പറ്റുള്ളൂ.